ഹലോ ഗൈസ്, ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. രേവതി സിറ്റൗട്ടിൽ തന്നെ ഇരുന്ന് കരയുന്ന സമയത്താണ് സച്ചി അങ്ങോട്ട് കയറി വരുന്നത്. അന്നേരം ചോദിക്കുന്നുണ്ട് രേവതിയോട്, രേവതി നമ്മുടെ പൂക്കട അവിടെ കാണുന്നില്ലല്ലോ എന്ത് ചെയ്യുന്നു. അപ്പോഴാണ് രേവതി ഇരുന്ന് കരയുന്നത് സച്ചി ശ്രദ്ധിക്കുന്നത്. ആണ് ചോദിക്കും, നീ എന്തിനാ കരയുന്നത്, എന്ത് പറ്റി രേവതി എന്ന് ചോദിക്കും. അപ്പോൾ രേവതി എഴുന്നേറ്റ് നിന്ന് കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, നമ്മുടെ പൂക്കട കോർപ്പറേഷൻകാർ എടുത്തുകൊണ്ട് പോയെന്ന്. കോർപ്പറേഷൻകാർ എടുത്തുകൊണ്ട് പോയോ, അതെന്തിനാന്ന് ചോദിക്കും. അവരുടെ പെർമിഷൻ ഇല്ലാതെ നമ്മൾ അവിടെ പുറമ്പോക്കിലായിട്ട് നമ്മുടെ കട വെച്ചു എന്നുള്ളൊരു പരാതി ഉണ്ടായിരുന്നു പറയും. അത് ആരോ പരാതി കൊടുത്തെന്ന് പറയും. ആര് പരാതി കൊടുത്ത് എന്ന് പറയും, ആരോ പരാതി കൊടുത്തു, റോഡിൽ കൂടെ അവർക്ക് നടക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടൊക്കെയാണെന്ന് പറഞ്ഞ് രേവതി സച്ചിയെ കെട്ടിപ്പിടിച്ച് കരയുന്നൊക്കെയുണ്ട്. അപ്പോൾ സച്ചിക്ക് ആകെ സങ്കടമാകുന്നുണ്ട്. അന്നേരം ഉണ്ട് അകത്താണെങ്കിൽ അന്നേരം ചന്ദ്രമതി ആകെ സന്തോഷത്തിരിക്കുകയാണ്, ശ്രുതിയുണ്ട് സന്തോഷത്തിൽ. അപ്പോൾ രേവതിയെ പിടിച്ചുകൊണ്ട് സച്ചി അങ്ങോട്ട് കയറി വരുന്ന കാണുമ്പോഴത്തേന് ഇവർക്ക് രണ്ടുപേർക്കും ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അച്ഛനോട് വന്ന് സച്ചി ചോദിക്കുന്നുണ്ട്, അച്ഛാ കേട്ടില്ല അച്ഛാ, ഇത് കണ്ടില്ലേ രേവതിയുടെ പൂക്കട അവരെടുത്തുകൊണ്ട് പോയി, ഇനി എന്താ ചെയ്യുന്നൊക്കെ പറയും. മോനെ, ഞാൻ എല്ലാവരോടും കറക്റ്റായിട്ട് പറഞ്ഞതായിരുന്നു, അവരോട് ഞാൻ ചോദിച്ചതും ആ ഉദ്യോഗസ്ഥനോട്, പക്ഷെ അവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലെന്നാണ് പറഞ്ഞെന്നൊക്കെ പറയും. അപ്പോൾ അതിനായിട്ട് ശ്രുതി പറയുന്നുണ്ട്, ഇങ്ങനെ തോന്നിയോട് തോന്നും അങ്ങനെ കടയൊന്നും വെക്കാൻ പറ്റില്ല എന്ന്. അത് കേൾക്കുമ്പോഴത്തേന് സച്ചിക്ക് ദേഷ്യം വന്നിട്ട് ശ്രുതിയോട് ദേഷ്യപ്പെടുന്നുമുണ്ട്. അങ്ങനെ റോഡ് പുറമ്പോക്ക് കയ്യേറിയൊന്നും വെച്ചില്ലല്ലോ, ചെറിയൊരു പൂക്കടയല്ലേ വെച്ചുള്ളൂ എന്നൊക്കെ പറയും. അന്നേരം സച്ചിക്ക് അങ്ങ് സങ്കടവും വരുന്നുണ്ട്, ദേഷ്യവും വരുന്നുണ്ട്. പക്ഷേ ചന്ദ്രമതിയാണ് സന്തോഷത്തിലിരിക്കുകയാണ്. അന്നേരം ചന്ദ്രമതിക്കിട്ടും ശ്രുതിക്കിട്ടും മാറി മാറി നോക്കുന്നുണ്ട് സച്ചി. ഇവർ തമ്മിൽ തന്നെയാണോ ഇതിനടി കളിച്ചെന്നുള്ളൊരു ചിന്ത വരുന്നുണ്ട്. അപ്പം പക്ഷേ രേവതിയാണ് ഭയങ്കര കരച്ചിലാണ്. അപ്പോൾ രേവതിയോട് കരയേണ്ടെന്നൊക്കെ പറയുന്നുണ്ട് സച്ചി. അന്നേരം ശ്രുതി പറയും, അങ്ങനെ തോന്നുന്നിടത്ത് വെക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ കോർപ്പറേഷൻകാരൊക്കെ എടുത്തുകൊണ്ട് പോകുന്നത്, അതിന് കുറച്ച് റൂൾസൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് റൂൾസിനെ കുറിച്ചൊന്നും പറയണ്ട, പൗഡർ അടുത്ത് കൂടുതലൊന്നും പറയണ്ട കേട്ടോ എന്ന് പറഞ്ഞ് ശ്രുതിയോടും ദേഷ്യപ്പെടുന്നുണ്ട് സച്ചി. അന്നേരം രേവതി നിന്ന് കരയുന്നുണ്ട്, സച്ചിയേട്ടാ നമ്മൾ എന്തെല്ലാം സ്വപ്നങ്ങൾ കണ്ടതായിരുന്നു ആ കടയെ വെച്ച്, എൻ്റെ സച്ചിയേട്ടൻ ഒരുപാട് കഷ്ടപ്പെട്ടാണ് എനിക്കത് ഉണ്ടാക്കി തന്നെന്നറിയാം, ഞാനൊരു നിലയ്ക്ക് ആകണമെന്നുള്ള വിചാരത്തിലല്ലേ എനിക്കത് തന്നെന്നൊക്കെ പറയും. അന്നേരം ശ്രുതിക്കും ചന്ദ്രമതിക്കും ഇതൊന്നും കേൾക്കുന്നതും കാണുന്നൊന്നും അത്ര ഇഷ്ടമൊന്നുമില്ല. അപ്പോൾ ശ്രുതി പറയും, അവരുടെ നിയമം അനുസരിച്ചൊന്നും ചെയ്യാതിരുന്നതുകൊണ്ടാണ്, അവരോട് നേരത്തെ പെർമിഷനൊക്കെ മേടിക്കാമായിരുന്നു, ഇങ്ങനെ ഒരു കടയൊക്കെ വെക്കണമായിരുന്നു. ഉടനെ ചന്ദ്രമതി പറയും, അല്ല ഒരു ഷോപ്പിംഗ് മാൾ പോയ പോലാണല്ലോ ഇവിടെ ഉള്ളവരുടെ കരച്ചിലും ബഹളവും ഒക്കെ കണ്ടാൽ തോന്നും, ഒരു ചെറിയ പൂക്കടയല്ലേ, എന്തൊക്കെയായിരുന്നു ഇവിടുത്തെ ആട്ടം എന്നൊക്കെ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോഴത്തേന് സച്ചിക്ക് ദേഷ്യം വരികയും ചെയ്യും. അന്നേരത്തേന് രേവതി പറയും, ഒന്നും പറയണ്ട സച്ചിയേട്ടാ, ഇനിയിപ്പം നമ്മളുടെ സ്വപ്നങ്ങളെല്ലാം പോയില്ലേ, നമ്മളൊന്ന് പച്ച പിടിച്ച് വന്നപ്പോഴത്തേന് ഇങ്ങനെ പറ്റിയല്ലോ എന്നൊക്കെ പറയും. അപ്പം സച്ചി പറയും, നമ്മളുടെ ജീവിതത്തിൽ അസൂയുള്ളവരാരോ ചെയ്തതായത്, അല്ലാതെ ആരും ഇങ്ങനെ ചെയ്യില്ല, ഇനിയിപ്പോൾ അടുത്ത വീട്ടിലെ അവരെങ്ങാനും ചെയ്തതാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരത്തേന് രവി പറയും, അങ്ങനെയൊന്നും അവരുമായിട്ടൊന്നും വഴക്കിനൊന്നും പോകണ്ട എന്ന്. ഒരു പൂക്കട പോയതിന് ഇതിന് മാത്രം ബഹളം വെക്കേണ്ട ആവശ്യമൊന്നും ഈ വീട്ടിലില്ലെന്ന് പറഞ്ഞ് ചന്ദ്രമതി അങ്ങ് ദേഷ്യപ്പെടുകയാണ്. അന്നേരത്തേന് രവീന്ദ്രൻ പറയുന്നുണ്ട്, ചന്ദ്രൻ നീ മര്യാദയ്ക്ക് മിണ്ടാതിരുന്നു, അല്ലെ എൻ്റെ സ്വഭാവം മാറുമെന്ന് പറയും. അപ്പോഴത്തേന് ചന്ദ്രമതി അങ്ങ് മിണ്ടാതെ അങ്ങ് ഇരിക്കും. അന്നേരം രേവതി പറയും, എൻ്റെ പൂക്കട എൻ്റെ ഒരു സ്വപ്നമായിരുന്നു, അതിന് അമ്മ ഇത്രയും പറയേണ്ട ആവശ്യമൊന്നും ഇല്ലെന്നൊക്കെ പറയും. അപ്പോൾ ചന്ദ്രമതിയും ദേഷ്യപ്പെടുകയാണ്, നീ ഇനിയിപ്പോൾ അങ്ങ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി അങ്ങ് നിന്നാൽ മതിയെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് ഇരിക്കുമ്പോഴത്തേന് രേവതിയെ വിളിച്ചുകൊണ്ട് സച്ചി അകത്തേക്ക് അങ്ങ് പോകും. അവർ പോയി കഴിയുമ്പോഴത്തേന് സന്തോഷത്തോടെ ചിരിക്കുകയാണ് ചന്ദ്രമതിയും ശ്രുതിയും കൂടെ. എന്നിട്ട് പറയും, വാ നമുക്ക് മുറിയിലേക്ക് പോകാമെന്ന് പറയും. അതിനെന്താ ആൻറ്റി പോയേക്കാന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും മുറിയിൽ വരുവാണ്. മുറി വന്ന് കഴിയുമ്പോഴത്തേന് ചന്ദ്രമതി പറയും, എൻ്റെ മോളെ നിന്നെ സമ്മതിച്ചു തന്നിരിക്കുന്നു, നീ അതിൻ്റെ ശരിക്കുള്ള മരുമോൾ, നിന്നെ രാഷ്ട്രീയക്കാർ വല്ലവരും കണ്ടാലേ എതിരാളികളെ താഴെ ഇറക്കാൻ വേണ്ടി നിന്നെ കൊത്തിക്കൊണ്ട് പോകും, അത്രയ്ക്ക് ബുദ്ധിയല്ലേ നിൻ്റെ തലയിൽ, എനിക്കിങ്ങനൊരു ബുദ്ധി വന്നില്ലല്ലോ എൻ്റെ പൊന്നു മോളെ, ഞാനൊന്ന് ഉമ്മ വെക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് നിൽക്കും. എന്നിട്ട് മോൾക്ക് ഞാൻ ഒരു ജ്യൂസ് എടുത്തുകൊണ്ട് വരാൻ കേട്ടോ എന്ന് പറഞ്ഞ് പുറത്തേക്ക് പോകുന്നുണ്ട്. രേവതിക്കാണെങ്കിൽ സങ്കടം സഹിക്കാനേ വയ്യ, കോർപ്പറേഷൻകാർ വന്നതും പറഞ്ഞതും ചെയ്തതും ഒക്കെ ഇങ്ങനെ ഓരോന്നും മനസ്സിൽ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. അവളുടെ കട എടുത്തുകൊണ്ട് പോകുമ്പോൾ കരയുന്നതൊക്കെ ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുമ്പോഴത്തേന് ചന്ദ്രമതി പറയുന്നുണ്ട്, നീ ഒരു കാലത്തും പൂക്കട വെച്ചൊന്നും ഉന്നതിയിലേക്ക് വരാൻ പോകുന്നില്ല, നീ നശിച്ചു പോകത്തേ ഉള്ളെന്നൊക്കെ പറഞ്ഞ് പ്രാകുന്നതൊക്കെ ഓർത്തുകൊണ്ടിരിക്കുമ്പോഴത്തേന് സച്ചി അങ്ങോട്ട് കയറി വരും. രേവതിക്കുള്ള ഫുഡൊക്കെ ആയിട്ടാണ് വരുന്നത്. വാ രേവതി, നിന്നെ ഞാൻ എവിടെയെല്ലാം നോക്കി, വന്ന് കഴിക്കാനൊക്കെ പറയും. എനിക്കൊന്നും കഴിക്കാൻ വേണ്ട സച്ചിയേട്ടാ, എനിക്കൊന്നും ആഹാരം ഇറങ്ങത്തില്ലെന്ന് പറയും. നീ കഴിച്ചില്ല ഞാനും കഴിക്കില്ല എന്ന് പറയുമ്പോഴത്തേന് രേവതിക്ക് അങ്ങ് സങ്കടം വരുന്നുണ്ട്. എന്നാലും നമ്മുടെ സ്വപ്നങ്ങളെല്ലാം അവർ നശിപ്പിച്ചില്ലേ എന്നൊക്കെ ചോദിക്കും. അത് ഞാൻ എന്തായാലും ഒന്ന് അന്വേഷിക്കട്ടെ, അത് കഴിയുമ്പോഴത്തേന് നമുക്കത് ശരിയാക്കി എടുക്കാം, നമ്മളിങ്ങനെ സങ്കടപ്പെട്ട് ഇതിന് വേണ്ടി ഇരിക്കാതെ മാർഗ്ഗങ്ങളൊക്കെ അന്വേഷിക്കുക ചെയ്യേണ്ടത്, നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് സച്ചി രേവതിയെ. ഇതൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.